വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പാലും കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാക്കിയിട്ടുള്ള പാലല്ല, തണുത്ത പാലോ അല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലോ ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ ഇതാ കസ്റ്റേർഡ് പൗഡർ നല്ല പോലെ തന്നെ ഈ ഒരു പാലിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പാല് ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അത് ഇതുപോലെ കട്ടിയായി തുടങ്ങും. അന്നേരം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. കസ്റ്റേർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരിക്കും ഇത് കട്ടിയായി തുടങ്ങുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇതുപോലെ കട്ടിയായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ഇതൊരു സാധാരണ മധുരം കാണും. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്ന് ഈ ഒരു പാകത്തിന് കട്ടിയായിട്ട് വരും. ഈ ഒരു പാകമാകുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു പാത്രം നല്ലപോലെ തന്നെ നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യ് തടവി എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ സ്പാറ്റിലോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാകും. ഇത് സെറ്റാവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും. നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നെയ്യ് തടവി എടുത്തുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാനിപ്പോൾ അരികുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു റെക്റ്റാങ്കിൾ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് രീതിക്കാണോ കട്ട് ചെയ്യാൻ താല്പര്യം ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ഈ ഒരു രീതിക്കും കഴിക്കാവുന്നതാണ്. കസ്റ്റേർഡ് ചേർത്തിട്ടുള്ള പുഡിംഗ് ആണ് ഇപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കസ്റ്റേർഡോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്തിട്ട് ഉണ്ടാക്കാം. കോൺഫ്ലോർ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ മൈദയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കൊരു ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കേണ്ടത്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയും അല്ല, ആ ഒരു രീതിക്കുള്ള ഒരു കൂട്ടാണ് തയ്യാറാക്കേണ്ടത്. ഈ ഒരു പാകത്തിനാണ് കൂട്ട് വേണ്ടത്. ഇനി ഇവിടെ ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പാത്രത്തിൽ 2 ടീസ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആദ്യം ഈ ഒരു കോൺഫ്ലോറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലറിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം കോൺഫ്ലോറിൽ നല്ല പോലെ തന്നെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഫ്രീസറിൽ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റാണ് ഞാൻ വെച്ചത്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറമെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ എണ്ണയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന പോലെ തോന്നും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കണ്ട കേട്ടോ. മീഡിയത്തിൻ്റെയും ഹൈൻ്റെയും നടുക്കായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പാൽ പൊരിച്ചതാണ്. കസ്റ്റേർഡ് ഫ്ലേവറിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. സാധാരണ കോൺഫ്ലോർ ഇട്ടിട്ടാണ് തയ്യാറാക്കി എടുക്കാറ്. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക.
അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.